എല്ലാവർക്കും കോട്ടയം സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്ന ആദ്യത്തെ ആർട്ടിക്കിൾ ഹിന്ദു എഡിറ്റോറിയലിലെ ചലഞ്ചിങ് നെഗറ്റീവ് സോഷ്യൽ നോംസ് എന്ന ഒരു ആർട്ടിക്കിളാണ്. ഇതിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഈ വരുന്ന ജൂലൈ 11 ഇറ്റ് ഈസ് എ വേൾഡ് പോപ്പുലേഷൻ ഡേ, ലോക പോപ്പുലേഷൻ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന ഒരു ദിവസമാണ് ജൂലൈ 11 എന്ന് പറയുന്നത്. ഈ ജൂലൈ 11 ലോക അല്ലെങ്കിൽ വേൾഡ് പോപ്പുലേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ചിരിക്കുവാൻ, ഇന്ത്യക്ക് സന്തോഷിക്കുവാൻ ഒരു നല്ല വാർത്ത കൂടിയുണ്ട്. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിലെ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നോക്കാം. എന്താ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് നോക്കാം. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് നമുക്ക് ജനങ്ങളെ അല്ലെങ്കിൽ രാജ്യത്തിലെ ജനതയെ, ഏതൊരു രാജ്യത്തിന്റെ ആണെങ്കിലും ജനതയെ നമ്മൾ രണ്ട് ഘട്ടങ്ങളായിട്ട്, രണ്ട് വിഭാഗമായിട്ട് നമ്മൾ തിരിക്കാം അല്ലെങ്കിൽ തിരിച്ചു നോക്കാം. എങ്ങനെയാണ് ഈ രണ്ട് വിഭാഗമായിട്ട് തിരിക്കുക? എന്താണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? ഇതിന്റെ രണ്ട് വിഭാഗം എന്ന് പറയുന്നത്, ഒന്ന് വർക്കിംഗ് ഏജിലുള്ള ആളുകൾ, അല്ലാത്ത ആളുകൾ. വർക്കിംഗ് ഏജിലുള്ള അല്ലാത്ത ആളുകളെയാണ് ഈ രണ്ട് രീതിയിലാണ് നമ്മൾ തിരിക്കുക എന്ന് പറയുന്നത്. പ്രോബബ്ലി അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ പോപ്പുലേഷന്റെ മോർ ദാൻ 50% ഓഫ് പീപ്പിൾ എന്താണ്? 29 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളാണ്. ഈ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കണക്ക് കൂട്ടൽ അല്ലെങ്കിൽ കണക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 15 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള ആളുകളുടെ എണ്ണമാണ് ഈ 50% മുകളിലുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇതിനെ കൂടുതൽ ആക്റ്റീവ് ആക്കി എടുക്കാൻ സാധിക്കുക? വരുന്ന 10-30 വർഷത്തേക്ക് ഇന്ത്യ എന്നൊരു രാജ്യത്തിന് വളരാൻ, ഇക്കണോമിക്കൽ ഗെയിനുകൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയ സാധ്യതയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് വെളിവാക്കിയിട്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെ എങ്ങനെയാണ് ടാപ്പ് ചെയ്യുക, എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ പോപ്പുലേഷൻ ഹാസ് ബീൻ സ്റ്റെബിലൈസിങ്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് presently at 2.2 children will soon reach replacement of level of 2.1. അതായത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 2.1-ൽ നിന്ന് 2.2-ലേക്ക് വളർച്ച അല്ലെങ്കിൽ കൂടാനുള്ള സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് കൂടാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്? നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റുകൾ കുറഞ്ഞു എന്നുള്ളതാണ്, അല്ലെങ്കിൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് പോലുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പോയിന്റ് ആയിട്ട് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ അല്ലെങ്കിൽ അഡോളസന്റ് മോർട്ടാലിറ്റി റേഷ്യോ കുറയാനുണ്ടായ സാഹചര്യം എന്താണ്? പ്രിഡോമിനന്റ്ലി പീപ്പിൾ ആർ യൂസിങ് ട്രെയിൻഡ് ഫെസിലിറ്റേറ്റർ വൈൽ ഗിവിംഗ് ബർത്ത്, അല്ലെങ്കിൽ ആശുപത്രിയിലുള്ള ഡെലിവറിയെ കൂടുതലായിട്ട് ജനങ്ങൾ സ്വീകരിച്ചു തുടങ്ങി എന്നതിന്റെ ഒരു റിസൾട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, അതുപോലെ തന്നെ എന്താണ്, സ്ത്രീകൾ അല്ലെങ്കിൽ കുടുംബങ്ങൾ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 2019-20 കാലഘട്ടങ്ങളിൽ there have also been a significant shift in family planning as well in the past decade, and data from National Health Family Survey 5 for the year 2019 and 2020, it shows that how contraceptive prevalence has improved in most states. പലപ്പോഴും എന്താണ്, ഒരു ആക്സിഡന്റൽ ബർത്ത് എന്ന ഒരു സാഹചര്യം പലപ്പോഴും കുറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് the families are planning their families in a different altitude by using the contraceptives as well. അത്തരത്തിലുള്ള ഒരു വലിയ ഒരു സാഹചര്യത്തിലേക്ക് കാലം അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനത മാറിയിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റിന് വിഘാതം സൃഷ്ടിക്കുന്ന ചില കൺസേൺസ് ഈ രാജ്യത്തിലുണ്ട്. അതിലൊന്നാണ്, പലപ്പോഴും എന്താണ്, പല സംസ്ഥാനങ്ങളിലും ഉണ്ടാകുന്ന ഒരു അൺഈവൻ പ്രോഗ്രസ്. എന്തുകൊണ്ടാണ് ഈ അൺഈവൻ പ്രോഗ്രസിലേക്ക് ഉണ്ടാവുന്ന സാഹചര്യം? ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് സോഷ്യൽ നോമായിട്ട് നമുക്ക് എടുത്തു പറയാം. എന്താണ് ഈ സോഷ്യൽ നോം? പലപ്പോഴും നമ്മൾ റീസെന്റ് കണ്ട ചില സിനിമകളുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട പൂർണ്ണ സ്വാതന്ത്ര്യം ആർക്കാണ്? ആ സ്ത്രീക്ക് തന്നെയാണ്. അത്തരത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ജന്മം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ആ സ്ത്രീക്ക് തന്നെയാണ്. അത് നമ്മളുടെ
ഭരണഘടന അവർക്ക് ഉറപ്പ് നൽകുന്നതുമാണ്. അത്തരത്തിലേക്ക് സംഭവിക്കുമ്പോൾ ഈവൻ ദോ ചില സാഹചര്യങ്ങളിൽ ചില സോഷ്യൽ നോംസിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഡെവലപ്മെന്റിന് തടയിടാറുണ്ട്. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് ഏർലി മാരേജസ്. സ്ത്രീകളുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ 26.8% പെൺകുട്ടികളുടെ കല്യാണം നടക്കുന്നത് 20-നും 24-നും ആയിട്ടുള്ള, അല്ലെങ്കിൽ 20-നും 24-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളിൽ 26.8% ആളുകളുടെയും കല്യാണം നടന്നത് 18 വയസ്സിന് മുൻപ് തന്നെയായിരുന്നു. ഒന്നുകൂടെ പറയാം, അതായത് ഇന്ന് 20 മുതൽ 24 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ കല്യാണം, അല്ലെങ്കിൽ 20 മുതൽ 24 വരെ പ്രായമുള്ള പെൺകുട്ടികളുടെ കല്യാണം നടന്നിട്ടുള്ളതിൽ 26% പെൺകുട്ടികളുടെയും കല്യാണം എത്രാമത്തെ വയസ്സിന് മുൻപായിരുന്നു? 18 വയസ്സിന് മുൻപ് തന്നെയായിരുന്നു നടന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തപ്പെടുക? പലപ്പോഴും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സോഷ്യൽ നോംസ്, അവരുടെ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പല വ്യത്യാസതകളും എന്തുണ്ടാകാറുണ്ട്? ഈ ഏർലി മാരേജസിനെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു മുന്നോട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? ഇത്തരത്തിലൊരു സ്ത്രീകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യത്തെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാനുള്ള അവകാശങ്ങൾ ഇല്ലാതെ പോകുന്നുണ്ട്. 2 million adolescent girls around 15 to 19 years each year had a pregnancy, and of these nearly 63% were unwanted or unintended pregnancies. This points to adequate information access to SRH service for this age group. In girls aged 15 to 19 years, 22.2% had an unmet need for contraception according to NFHS 4. നമുക്കറിയാം, ഏകദേശം 63% പെൺകുട്ടികളുടെയും പ്രഗ്നൻസി ഡെത്ത് വാസ് പ്യുവർലി അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. ഇതെന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള സാഹചര്യം അവർക്ക് പലപ്പോഴും അവയർനെസ് ഉണ്ടാവുന്നില്ല. NFHS 4 പ്രകാരം, അല്ലെങ്കിൽ അതിന്റെ കണ്ടെത്തൽ പ്രകാരം പല സ്ത്രീകൾക്കും they didn't know how to use the contraceptives as well. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. So the society will have to educate such girls in this SRHS. എന്താണ് SRHS? Special Sexual and Reproductive Health Right. ഇതിനെ കുറിച്ചിട്ടുള്ള അവബോധം നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ സാധിക്കുക? ഒന്ന്, യൂണിവേഴ്സൽ ആക്സസ് ടു SRHS, അതായത് എല്ലാ ആൾക്കാർക്കും എന്താണ് സെക്ഷുവൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റൈറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ എത്തിക്കുക എന്നുള്ളതാണ് ഒരു മുന്നേറ്റമായിട്ട് കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കറിയാം, ഈ ഏകദേശം 50% മുകളിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് 29 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പോളിസി അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുമ്പോഴും ഈ യൂത്ത് സെന്റേർഡ് ആയിട്ടുള്ള, പ്രിസൈസ്ലി ആൻഡ് പർട്ടിക്കുലർലി വിമൻ സെന്റേർഡ് ആയിട്ടുള്ള ഒരു പോളിസി മേക്കിംഗ് ആണ് ഈ രാജ്യത്തിന് അഭികാമ്യം. 2, സ്ത്രീകളുടെ അവകാശങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടും വേണം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കൊണ്ടുപോകുവാൻ. അതുപോലെ തന്നെ ഈ സോഷ്യൽ നോംസ് കൃത്യമായിട്ടും പെൺകുട്ടികളുടെയും വിവാഹപ്രായം കൃത്യമായിട്ടും ഒരു സെറ്റ് അല്ലെങ്കിൽ അത് കൃത്യമായിട്ടും നടത്തപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അത് പാലിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു ഉറപ്പും ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് മിഷനറീസ് ചെയ്യണം. ആൻഡ് ഓഫ് കോഴ്സ് we have some initiatives like ബേട്ടി ബച്ചാവോ ആൻഡ് ബേട്ടി പഠാവോ. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അതുപോലുള്ള അവകാശങ്ങളാണ് എന്നതിനെ കുറിച്ച് സ്ത്രീകൾക്ക് വ്യക്തമായിട്ടുള്ള അറിവും ബോധവൽക്കരണവും നൽകുവാനുള്ള ഒരു ശ്രമം വിമൻ കമ്മീഷൻ പോലുള്ള ബോഡികളും ചെയ്യേണ്ടതാണ് എന്നതൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ കൊണ്ട് ഓഥർ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അടുത്തത്, ജഡ്ജ് റിക്യൂസസ് ഫ്രം മമത എലക്ഷൻ കേസ്. നമ്മൾക്ക് ആ ഒരു വാർത്ത അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷേ റെക്യൂസൽ എന്ന ഒരു പ്രോസസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റെക്യൂസൽ എന്ന് പറയാം? അതായത് ഒരു ജഡ്ജിന് ഒരു പർട്ടിക്കുലർ കേസിൽ നിന്ന് സ്വയമേ വിരമിക്കാനുള്ള അവകാശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെക്യൂസൽ എന്ന് പറയാം. അതെന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു റെക്യൂസൽ കൊടുക്കാനുള്ള അവകാശം എന്ന് പറയുന്നത്?
ഏതെങ്കിലും ഒരു കേസ്, ഫോർ എക്സാമ്പിൾ, it is to remove oneself as a judge in a particular proceedings, usually because of conflict of interest or has a prior association with parties in the case. അതായത് ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, എന്താണ് ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ദർ ഇസ് എ കേസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഈ എ ആൻഡ് ബിയുടെ കേസ് എന്ത് ചെയ്തു? ഒരു കോടതിയിലെത്തും. ഇറ്റ് വിൽ ബി സബ്മിറ്റഡ് ടു എ കോർട്ട്. ഈ കോടതിയിലെ ഒരു ജഡ്ജ് ഉണ്ടാവും. ഈ ജഡ്ജ് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എ എന്നൊരാളുടെ ലീഗൽ അറ്റോർണിയാണ് ജഡ്ജ് എങ്കിൽ, അല്ലെങ്കിൽ ബി എന്നൊരാളുടെ ഏതെങ്കിലും തരത്തിൽ ഈ ഏതെങ്കിലും പാർട്ടിയുമായിട്ട് എ എന്ന ആളോടോ അല്ലെങ്കിൽ ബി എന്ന ആളോടോ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ദാറ്റ് വുഡ് ബി എൻറ്റർഡ് ഇൻ ദ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു ബയസ്ഡ് ആണ് എന്നൊരു സാഹചര്യം ഉണ്ടാകാൻ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ബയസ്ഡ് ആകുന്നു എന്ന് തോന്നിയാൽ ജഡ്ജ് ഹാസ് ദ റൈറ്റ് ടു റെക്യൂസ് ഫ്രം ദിസ് കേസ്, അല്ലെങ്കിൽ ഹി ക്യാൻ റിമൂവ് ഹിംസെൽഫ് ഫ്രം ദാറ്റ് കേസ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റെക്യൂസൽ എന്ന് വിളിക്കുക. ഇതിന് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റൂൾ ഉണ്ടോ എന്നുള്ളതാണ്. ദർ ഇസ് നോ സച്ച് റൂൾസ് അവൈലബിൾ ഫോർ ദ പർപ്പസ് ഓഫ് റെക്യൂസൽ. അതിന് എന്ത് ചെയ്യാൻ ചില സാഹചര്യങ്ങളിൽ അത് ഓറലി ആ ജഡ്ജ് കൺവേ ചെയ്യും. ചില സാഹചര്യങ്ങളിൽ ആ അഡ്വക്കേറ്റുകളോട് അല്ലെങ്കിൽ ഈ പാർട്ടീസിന്റെ അഡ്വക്കേറ്റുകളോട് അദ്ദേഹം ചിലപ്പോൾ എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കാം. ഇത് എപ്പോഴാണ് ഇത് സാധ്യമാവുക, ഇത് എപ്പോഴാണ് റെക്യൂസൽ നടത്തേണ്ടത് എന്നുള്ളതാണ് ഒരു സാഹചര്യം ചോദിക്കുന്നത്. ബയസ് ഓർ പ്രജുഡൈസ്, മുൻവിധികളോട് കൂടിയോ അല്ലെങ്കിൽ ആ വ്യക്തികളോടുള്ള ഏതെങ്കിലും സാഹചര്യത്തിലുള്ള ഒരു അടുപ്പമോ ഏതെങ്കിലും തരത്തിൽ ഈ കേസിനെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി അഫക്റ്റഡ് ഓൺ ദ റൂൾ ഓഫ് ലോ. ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഒരു നീതി നിർവഹിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഹി ക്യാൻ ഗെറ്റ് റിമൂവ്ഡ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ കേസസ്. ഇതിന് മുൻപ് ചെയ്തിട്ടുള്ളത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഈ പല കേസിൽ നിന്നും വിഡ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിസ് യു ലളിത് അയോധ്യ ഡിസ്പ്യൂട്ടിലും അദ്ദേഹം സ്വയം വിരമിച്ചിട്ടുണ്ട് ആ കേസിൽ നിന്ന്. അയോധ്യ ഡിസ്പ്യൂട്ടിൽ നിന്നും യു ലളിത് മാറി നിന്നു. അതുപോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ രഞ്ജൻ ഗൊഗോയ് ഡിസ്ക്വാളിഫൈഡ് ഹിംസെൽഫ് കേസസ് ഇൻ സർട്ടൻ കേസസ് ആസ് വെൽ. ഇത് ഏതെങ്കിലും തരത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടണോ എന്നുള്ളതൊക്കെയാണ് ഇനി അടുത്ത ഒരു ചോദ്യം. ചിലപ്പോൾ പ്രിലിംസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ 2015 ജഡ്ജ്മെന്റിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഡ്ജസ് ഷുഡ് ഗിവ് റീസൺസ് ഫോർ റിക്യൂസൽ. എന്തിനു വേണ്ടിയിട്ടാണ്? വി നീഡ് ടു ബിൽഡ് ട്രാൻസ്പെറൻസി. അത് എന്തുകൊണ്ടാണ് ഈ ഒരു തരത്തിലേക്കുള്ള ഒരു റീസൺ നൽകണം എന്ന് ആവശ്യപ്പെടുന്നു. ഏതിന്? നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് കമ്മീഷൻ 2015 കേസ് ജഡ്ജ്മെന്റിൽ ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇതിൽ നിന്ന് റെക്യൂസ്ഡ് ആയിരിക്കും എന്നുള്ള കാര്യം നൽകണം. എന്തിനു വേണ്ടിയിട്ട്? വി നീഡ് ടു ബിൽഡ് ട്രാൻസ്പെറൻസി. വി ഡെലിവർ ജസ്റ്റിസ് ടു ദ പീപ്പിൾ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വി നീഡ് ടു ബി much more transparent than ever, so that we will have to give reason എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു NJSC ജഡ്ജ്മെന്റ്. എന്നാൽ പിൽക്കാലത്ത് സുപ്രീം കോർട്ടിൽ അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2015. ഈ കേസിൽ പറയുന്നത് ജസ്റ്റിസ് ചെലമേശ്വറിന്റെ പറഞ്ഞത്, ഏതെങ്കിലും തരത്തിലുള്ള ജഡ്ജിന് ഒരു പെക്യൂണിയറി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആ പെക്യൂണിയറി ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ, അദ്ദേഹം അത് പറയുന്നുണ്ടെങ്കിൽ, there is no such inquiry should be done on this. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ടെസ്റ്റാണ് റിയൽ ഡേഞ്ചർ ടെസ്റ്റ്. ഈ റിയൽ ഡേഞ്ചർ ടെസ്റ്റ് ഇപ്പൊ ഏതെങ്കിലും പെക്യൂണിയറി ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അതിനൊരു എൻക്വയറിയുടെ ആവശ്യമില്ല. അതർവൈസ് വിൽ ഹാവ് ടു ഡു ദ റിയൽ ഡേഞ്ചർ ടെസ്റ്റ് ആസ് വെൽ എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് ജസ്റ്റിസ് ചെലമേശ്വരന്റെ ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതിന് നമ്മൾ പ്രധാനമായിട്ട് റെക്യൂസൽ, ഇത് പലപ്പോഴും പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രിലിംസിനകത്ത് ചിലപ്പോൾ റൂൾസ് ആവശ്യമുണ്ടെന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ തരാം. ദർ ഇസ് നോ സച്ച് റൂൾസ്
ഇത് ഓറലി കൺവേ ചെയ്യാവുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ അവർ എക്സ്പ്ലനേഷൻ കൊടുക്കും. എപ്പോഴാണ് ഇതിന്റെ ഇത് സാഹചര്യം വരിക? ബയസ് ഓഫ് പ്രെജുഡൈസ് ആണെങ്കിൽ ഇതുവരെ ഉള്ള ജഡ്ജസ് ആരൊക്കെയാണ്? ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഉണ്ട്, ജസ്റ്റിസ് യു ലളിത് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കേസുകളുണ്ട്. അതുപോലെ 2015 ജസ്റ്റിസ് കുര്യൻ ജോസഫ് ജഡ്ജ്മെന്റിൽ റീസൺ ആവശ്യപ്പെടുന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമുള്ള അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2015 റിയൽ ഡേഞ്ചർ ടെസ്റ്റ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുക. ഈ ഒരു ടോപ്പിക് ഇന്ത്യൻ പോളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് ചിലപ്പോൾ സാധ്യതയുള്ള ചോദ്യമാണ്. വിത്ത് റെഫറൻസ് ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യം വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഈ കറക്റ്റ് എന്നോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്നോ ആണോ എന്നത് കൃത്യമായിട്ട് ചോദിക്കണം. The Council of Ministers is collectively responsible to the Parliament of India. The nature of advice tendered by ministers to the President can be inquired by the courts. President can remove a minister only on the recommendation of the Prime Minister of India. The Council of Ministers is collectively responsible for India. Statement is the nature of advice tendered by minister to the President cannot be inquired by any court. This provision emphasizes the intimate and confidential relationship between the President and the Minister. The President can remove a minister only on the recommendation of Prime Minister of India. അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. The Council of Ministers is collectively responsible to the Parliament. അത് ശരിയാണ്. Nature of advice tendered by the ministers to the President cannot be inquired by the Court of India. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 3, the President can remove a minister only on the recommendation of Prime Minister of India. അതും ശരിയാണ്. ഇതിനകത്ത് ഓപ്ഷൻ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. ഒന്ന് രണ്ടുമാണ്. ഇത് പാർലമെന്റിനോടല്ല, ഇത് ലോക്സഭയോടാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓപ്ഷൻ എ ആണ് അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ്. വിത്ത് ദ ഫോളോവിംഗ് ഈസ് ദ കറക്റ്റ്ലി മസ്റ്റ്: ഗൺബോട്ട് ഡിപ്ലോമസി, ഷട്ടിൽ ഡിപ്ലോമസി, ട്രാക്ക് 1 ഡിപ്ലോമസി. അതായത് എന്തൊക്കെയാണ് നോക്കാം. ഗൺബോട്ട് ഡിപ്ലോമസി, യൂസ് ഓഫ് ലിമിറ്റഡ് നേവൽ ഫോഴ്സസ് ആസ് എ ത്രെറ്റ് ടു അഡ്വാൻസ് ഫോറിൻ പോളിസി. ഷട്ടിൽ ഡിപ്ലോമസി, diplomatic negotiation conducted by an official intermediary who travels frequently between the nations involved. Track 1 diplomacy, formal methods of conflict resolution involving diplomats, ministers, head of states and representatives of international organs. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ 3 പോയിന്റുകൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഗൺബോട്ട് ഡിപ്ലോമസി, ഷട്ടിൽ ഡിപ്ലോമസി ആൻഡ് ട്രാക്ക് 1 ഡിപ്ലോമസി ഒന്ന് ഓർത്ത് വയ്ക്കുക. Pegasus recently seen in the news is a theft tactic that allows hackers to create a fake credit card by stealing the information of an individual actual card. Malware that can initiate total surveillance on a targeted device. Virus capable of slowing down. Option B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊന്ന് വായിക്കാൻ ശ്രദ്ധിക്കുക. ഹാവ് എ ഗ്രേറ്റ് ഡേ.